അഴീക്കോട് മുനമ്പം പാലത്തിൻ്റെ യാർഡിൽ കാണണ്ട, യാർഡിൽ പുറത്തു നിന്നുള്ള കുറച്ച് കാഴ്ചകൾ നമുക്ക് കാണാം. ഓക്കെ, നമ്മിപ്പോൾ ഈ കാണുന്നതാണ് അഴീക്കോട് മുനമ്പം പാലത്തിൻ്റെ യാർഡ്, അതായത് സെഗ്മെൻ്റൽ ബോക്സ് ഗർഡറുകൾ നിർമ്മിക്കുന്ന യാർഡാണ്. ഇവിടെ ഇപ്പോൾ 6ാമത്തെ സെഗ്മെൻ്റ് ബോക്സ് ഗർഡറുകളൊക്കെ സ്ഥാപിക്കാനായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഫിറ്റിംഗ് തയ്യാറായിക്കൊണ്ടിരിക്കേണ്ടത്. കണ്ട, ഇതൊക്കെ അട്ടിയിട്ട് വെച്ചേക്കുന്ന ഓരോ ഗർഡറുകളാണ്. ഇത് ഞങ്ങൾ ഷിഫ്റ്റ് ചെയ്യാറുണ്ട്. ഇത് ഇപ്പോൾ ഏകദേശം ഒരു ഇതായിട്ടുണ്ട്. 6ാമത്തെ സെഗ്മെൻ്റ് ബോക്സുകളൊക്കെ ഒരുവിധം സെറ്റായിട്ടുണ്ട്. ഇനി ഇത് ഷിഫ്റ്റ് ചെയ്യാനായിട്ടുള്ള സാവകാശം മാത്രമേ ഉള്ളൂ. അപ്പോൾ 6ാമത്തെ സെഗ്മെൻ്റൽ ബോക്സ് ഗർഡറുകളൊക്കെ സ്ഥാപിക്കാൻ വേണ്ടി തയ്യാറായിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ബാക്കി നമുക്ക് കണ്ടു നോക്കാം. ഈ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ചെറിയാൻ വർക്ക് ഈ കൺസ്ട്രക്ഷൻ കമ്പനി, അതായത് നല്ല രൂപത്തിൽ തന്നെയാണ് വർക്കുകളൊക്കെ ചെയ്യുന്നത് കേട്ടോ. അതുപോരാത്തതിന് നമ്മുടെ കേരളത്തിൽ ആദ്യമായിട്ടാണ്, ഇന്ത്യയിൽ 2ാമത്തെയാണ് കേരളത്തിൽ ഈ രൂപത്തിൽ ചെയ്യുന്നത്. ഈ സെഗ്മെൻ്റൽ ബോക്സ് ഗർഡർ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ആദ്യത്തെ പാലം ആയതുകൊണ്ട് തന്നെ ഒരു കൗതുകം നമുക്കിതിൽ കാണാം. കാരണം ഈ സാധനങ്ങളൊക്കെ, ഈ പാലത്തിൻ്റെ ഗർഡറുകളൊക്കെ റോഡിലൂടെയാണ് കൊണ്ടുപോകുന്നത്. അത് കൊണ്ടുപോയി പാലമായിട്ട് നിർമ്മിച്ച് ഫിറ്റ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്ന ഭാഗങ്ങൾ. അതായത് ഭാഗം കഴിഞ്ഞ് അതുമേൽ കൂടെയാണ് പിന്നെ ബാക്കി പോകുന്നത്. അപ്പോൾ ഇതൊരു പുതിയ കൗതുകവും കൂടിയാണ് നമുക്ക്. കേരളത്തിൽ ആദ്യമായിട്ടാണെങ്കിലും ഇന്ത്യയിൽ തന്നെ 2ാമത്തെ സെക്ഷനാണ് ഈ രൂപത്തിൽ പണിയുന്നത്. അതുപോലെ തന്നെ ഈ പാലം യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി പ്രവർത്തിച്ച നമ്മുടെ പ്രിയങ്കരനായ MLA ടൈസൺ മാഷ്, അതേപോലെ തന്നെ ഏറ്റവും പ്രധാനം സംസ്ഥാന സർക്കാർ ഇത് പാസ്സാക്കിയെടുത്തതും വകുപ്പ് തല മന്ത്രിയായ മുഹമ്മദ് റിയാസ്, അവർക്കൊക്കെ പ്രത്യേകം അഭിനന്ദനം. സർക്കാർ ഇതിന് വേണ്ടിയിട്ട് നല്ലോണം ഇതായിട്ടുണ്ട്. കാരണം അത്രയും റിസ്ക് പിടിച്ചൊരു പദ്ധതിയാണിത്. പല ഗവൺമെൻറ്റുകൾ മാറി മാറി വന്നിട്ടും ഇത് നടക്കാതെ പോയ പദ്ധതി യാഥാർത്ഥ്യമാക്കിയതിൽ നമ്മുടെ LDF ഗവൺമെൻറ്റിന് പ്രത്യേകം അഭിനന്ദനം അറിയിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ടൈസൺ മാഷ് MLA, അതായത് കിട്ടുന്ന അവസരങ്ങളിലൊക്കെ നിയമസഭയിൽ ഈ പാലത്തിനെ കുറിച്ച് ശബ്ദിച്ചുകൊണ്ടിരുന്നിരുന്നു.